ഈ വീട് ഞാനും എന്റെ ഭർത്താവും കൂടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. എന്തായാലും ആ വീട് സ്വത്തുമെല്ലാം ഏട്ടൻ എനിക്ക് എഴുതി തന്നു കഴിഞ്ഞു. അയ്യോ, എത്രയും പെട്ടെന്ന് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി തന്നോളണം. നാളെ ഞാനിത് രജിസ്റ്റർ ആക്കി കഴിഞ്ഞാ പിന്നെ ഒരൊറ്റ ഒരെണ്ണത്തിന് അവിടെ കണ്ടുപോകരുത്. ചതിയാ. നീ അപ്പൊ എല്ലാം കണക്ക് കൂട്ടിയായിരുന്നു ഇവിടെ വന്ന് കയറിയതല്ലേ? പിന്നെ നിങ്ങളുടെ ക്ഷേമം തീർക്കാൻ വന്നാണെന്ന് കരുതിയോ? നാളെ ഞാനും എന്റെ ആൾക്കാരും അവിടെ വരും. അതിനു മുമ്പ് എല്ലാവരെയും വിളിച്ച് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഹലോ, പിള്ളേ, ചതിച്ചല്ലോ പിള്ളേ. രാഘവേട്ടനെ കൊണ്ട് എല്ലാം എഴുതി വാങ്ങിപ്പിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും പൊന്നി? എനിക്കറിയില്ല പിള്ളച്ചേട്ടാ. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? എത്രയായി? 100. എന്താണ് പുതിയ വിശേഷം? ഇനി വിശേഷങ്ങൾ നടക്കാൻ പോകുന്നത് മാണിക്കോത്തെ വീട്ടിലാ. ഞാൻ ചേച്ചി പറഞ്ഞ പോലെ കൂടും കുടുക്കയൊക്കെ എടുത്ത് ശിവന്റെ വീട്ടുപടിക്കൽ എത്തി. എങ്കിലിനി ഒട്ടും വൈകിക്കണ്ട. നിനക്ക് അവകാശമുള്ള വീട്ടിലേക്ക് അധികാരത്തോടെ കടന്നു ചെല്ലണം. തടയാൻ ചിലപ്പോ അവന്റെ അച്ഛനും അമ്മയൊക്കെ വന്നെന്നിരിക്കും. ശക്തമായി തന്നെ പറയണം, ഞാൻ അവന്റെ ഭാര്യയാണ്, ഞാൻ ഇനി ജീവിക്കേണ്ടത് ഈ വീട്ടിലാണെന്ന്. ഇവിടുന്ന് എന്നെ ഇറക്കിവിടാൻ ആർക്കും ആവില്ല. പക്ഷെ അവരെ അടിച്ചു പുറത്താക്കിയാൽ? നീ പെണ്ണല്ലേടി. പെണ്ണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ണകിയാ. ഒരു നഗരം ചുട്ട് ചാമ്പലാക്കാൻ പെണ്ണിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ചുടുചോര കണ്ണീരിന് കഴിയും എന്ന് വിശ്വസിക്കുന്നവർ. പെണ്ണിനെ തൊട്ടാൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവുമെന്ന് ഉച്ചത്തിലങ്ങ് വിളിച്ചു പറയണം. എന്നിട്ടും അടങ്ങിയില്ലെങ്കിൽ ഗേറ്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കണം. അതിനൊരു കാരണം വേണ്ടേ? ഗേറ്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന ഏതൊരു പെണ്ണിനും ഗർഭമുണ്ടായിട്ടാണോ സത്യാഗ്രഹം ഇരിക്കുന്നത്? നമ്മളങ്ങ് ഇരുന്നാ മതി. ഗർഭവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മീഡിയക്കാര് നോക്കിക്കോളൂ. കൃത്യം മാസക്കണക്ക് വരെ അവരൊരു ഉളുപ്പും ഇല്ലാതെ വിളിച്ച് പറയുകയും ചെയ്യും. നീ അങ്ങോട്ട് കേറടി കൊച്ചേ. മാണിക്കോത്തെ മഹേന്ദ്രൻ നിന്ന് വിറയ്ക്കുന്നത് നിനക്ക് കൺമുന്നിൽ കാണാം. ചെല്ല്, ചെന്ന് ധൈര്യമായിട്ട് പറ നീ അവിടെ പൊറുക്കാൻ വന്നതാന്ന്. അല്ല, തുണിക്കെട്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതുണ്ട്. എന്നാ ചെന്ന് കുടിയേറി പാർത്തോ. 2 കിട്ടിയാലും പിടിച്ചിടം ജയിച്ചിട്ടേ ഇറങ്ങാവും. ഓക്കേ ചേച്ചി. എന്നാ പിന്നെ ഇനി ഇവിടുത്തെ അംഗം കഴിഞ്ഞ് വിളിക്കാം. ശരി. അല്ല, എങ്ങോട്ട്? എനിക്കൊന്നകത്ത് പോണം. ഇവിടുത്തെ പുതിയ കൊച്ചമ്മയാ.